സാറിത് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു. എന്താന്ന്? ഈ ഡീറ്റെയിൽസ് മുഴുവൻ സിസ്റ്റത്തിലേക്ക് മുഴുവനായി ആഡ് ചെയ്യാൻ ശ്രേയ മാഡം പറഞ്ഞു. ഇത് മുഴുവനും ആഡ് ചെയ്ത് വരുമ്പോ നേരം വിളിക്കുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ തന്നോട് എനിക്ക് തലവേദനയാണ്, നേരത്തെ പോണെന്ന്. സാർ എന്നോട് ചൂടായിട്ട് കാര്യമില്ല. ഞാൻ മാഡത്തോടെ പറഞ്ഞു സാറിന് തലവേദനയാണെന്ന്. അപ്പൊ മാഡമാണ് പറഞ്ഞത് ഈ വർക്കൗട്ട് തീർത്തിട്ട് പോയാൽ മതിയെന്ന്. ഇനി സാറിന്റെ ഇഷ്ടം. റെഡിയായോ? ആകാശിനെ കണ്ടില്ലല്ലോ. ഞാൻ വിളിക്കാം ചേട്ടനെ. ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് തുണിക്കച്ചവടക്കാരി. ആകാശ് വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഹലോ. ചേട്ടനെ ഇറങ്ങിയോ? ഞാൻ റെഡിയായി. ഇല്ല. ഇല്ലേ? ഇനി എപ്പ ഇറങ്ങാനാ? സമയം വൈകി അവിടെ പൂജ തുടങ്ങും. തുടങ്ങട്ടെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവുന്നത് ഇറങ്ങാൻ നോക്കിയതാ. ആ രാക്ഷസി എനിക്ക് അടുത്ത പണിയൊന്നു. എന്നാച്ചാ ചേട്ടന് വരാൻ പറ്റില്ലേ? കുട്ടികളെ ഉണ്ടാക്കാൻ പൂജയ്ക്ക് പോകുന്നത് ദേവിക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ദേവി ശ്രേയാണോ അമ്മേ? ചേട്ടാ. ചാരു, നീ പൊക്കോ. എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ആരെങ്കിലും കൂട്ടി പൊയ്ക്കോ. ഞാൻ വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നീ മാത്രമായിട്ട് പ്രാർത്ഥിച്ചാലും ദേവി കേൾക്കും. ആ ശരി. എന്താ മോളെ, അവൻ വരുന്നില്ലേ? ചേട്ടന്റെ വർക്ക് തീർന്നില്ല ബാലമ്മ. ജോലിഭാരം കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കാണെങ്കിൽ മുമ്പേ ഏറ്റെടുത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ മോളുടെ കൂടെ വന്നേനെ. സാരല്ല ബാലമ്മ, ഞാൻ അമൃതേച്ചിയും കൂട്ടി പോയിക്കോളാം. ആര് പ്രാർത്ഥിച്ചാലും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ. അവളൊരു അഭിനയം കണ്ടോ? കാലെ പിടിച്ച് നിലത്തിടിക്കാനാ തോന്നുന്നേ. ഇങ്ങനൊരു ജന്മത്തെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. എന്നാ പിന്നെ മോളെ അമൃതയെ വിളിക്ക്. ലിസൺ, അറിയാലോ, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാനായി നമ്മളെല്ലാരും കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് വർക്ക് മുഴുവൻ തീർത്തിട്ട്, അഥവാ തീർന്നില്ലെങ്കിൽ 6 മണിവരെ ജോലി ചെയ്തിട്ടേ ഇന്ന് എല്ലാരും പോകാൻ പാടുള്ളൂ. ഞാൻ റൗണ്ട്സിന് പോവാ. തിരിച്ചു വരാൻ വൈകിയ ആരും നേരത്തെ പോകാന്ന് വിചാരിക്കണ്ട. ഈ വാൾ ക്ലോക്കിൽ ഇപ്പൊ സമയം 3:15. എല്ലാവരും പോകുന്ന ടൈം എന്നെ അറിയിക്കണം. ആറ് മണിയാകുമ്പോ
ഈ ക്ലോക്കിന് മുമ്പിൽ വന്ന് സെൽഫി എടുത്ത് ഇൻഡിവിജ്വലായി എനിക്ക് അയക്കണം. എല്ലാവരെയും എനിക്ക് അത്രയ്ക്ക് വിശ്വാസം, അതുകൊണ്ട് കോർപ്പറേറ്റ് കമ്പനികളിൽ പോലും ഇങ്ങനെ ഒരു റൂൾ ഇല്ലല്ലോ. പെൻഷൻ കിട്ടുമല്ലോ, കഷ്ടപ്പെടാതെ ശമ്പളം കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്താ സർക്കാർ ജോലി മോഹിച്ചത്. അതും വെറുതെയായി. ഛെ. ആ മോളെ എത്തിയല്ലേ? വീട്ടിലെന്തൊക്കെയാ വിശേഷങ്ങള്? എല്ലാരും സുഖമായിട്ടിരിക്കുന്ന വല്യച്ച. ആ ഇറങ്ങാം അമൃതേച്ചി. ആഹാ, ഈ വീട്ടിൽ ഇത്രയും പേരുണ്ടായിട്ടും ആരും അമ്പലത്തിൽ പോകുന്നില്ലേ ചാരുന്റെ കൂടെ? ആ, അത് മാത്രം നടക്കില്ലല്ലോ. അമ്പലത്തിൽ പോകുന്ന കാര്യത്തിൽ പോലും കാണിക്കും വേർതിരിവ്. 2 ഗ്രൂപ്പല്ലേ ഇവിടെ? പാർട്ടി കമ്മിറ്റി പോലെ ആയി ഇപ്പൊ ഈ വീട്. അങ്ങനെ പറയല്ലേ അമ്മാവ. എന്നെ ആരും വിളിച്ചില്ല. വിളിച്ചാ ഗ്രൂപ്പ് നോക്കാതെ പോകുന്ന ആളാ ഞാൻ. അതിപ്പോ പാർട്ടി ഓഫീസിലായാലും വീട്ടിലായാലും. എന്നാ രമേശേട്ടന് ചാരുന്റെ കൂടെ പൊയ്ക്കൂടെ? പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളില് ഞങ്ങൾ രാഷ്ട്രീയക്കാര് ഒരു നിഷ്പക്ഷ നിലപാടെടുക്കും. അതായിരിക്കും ശരീരത്തിനും പിന്നീട് അങ്ങോട്ടുള്ള ജീവിത യാത്രയ്ക്കും നല്ലത്. അമൃതേച്ചി, നമുക്ക് പോവാം. അശ്വതി വരുന്നുണ്ടോ? ഞാനില്ല. എനിക്ക് അമ്പലത്തിൽ പോണെന്ന് തോന്നുമ്പോ ഞാൻ പൊയ്ക്കോളാം. ആരുടെയും കൂട്ട് എനിക്ക് ആവശ്യമില്ല. എടി, നീയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോവാൻ നോക്ക്. ഇവിടെയുള്ള എല്ലാരെയും കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോകണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? മക്കളെ വൈകിക്കണ്ട, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. ശരി ബാലമാമേ. ഗോവിന്ദ, നമുക്ക് പോവാം.